സംഘപരിവാറിനെതിരായി നിൽക്കുന്ന മനുഷ്യർ, സംഘപരിവാരം നമ്മുടെ നാട് നശിപ്പിക്കുകയാണ് എന്ന് ആത്മാർത്ഥമായി കൺസേണുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ട് തന്നെയാണ് ഈ സാഹചര്യത്തെ കാണുന്നതും വേടനെ കാണുന്നതുമെല്ലാം. വേടൻ്റെ പാട്ടുകൾ കേൾക്കാത്ത, വേടനോട് ഇഷ്ടമില്ലാത്ത, വേടൻ്റെ പാട്ടുകളോട് ഇഷ്ടമില്ലാത്ത, വേടൻ്റെ പാട്ടുകളോട് ടേസ്റ്റ് ഇപ്പോഴും ജെല്ലാവാത്ത ആൾക്കാർ ഒരുപാട് പേർ വേടനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. കാരണം എന്താണ്? വേടൻ ഒരു പ്രതിരോധം ഉയർത്തുന്നു എന്നവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതുകൊണ്ടാണ്. സംഘപരിവാർ എല്ലാ തരത്തിലും ആളുകൾക്കിടയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് പലതരത്തിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾക്കകത്ത് പറയുന്ന വെറുപ്പ്, അല്ലെങ്കിൽ പലതരത്തിൽ കൊണ്ടുവരുന്ന സംവരണ വിരുദ്ധത, പലതരം ആശയങ്ങൾ കൊണ്ട് സംഘപരിവാർ നമ്മുടെ സാമൂഹ്യ ശരീരത്തിൽ ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെതിരായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രതിരോധം ആരെങ്കിലും ഉയർത്തുന്നുണ്ടോ? അതിനെതിരാണെന്ന് പറയുന്ന ആളുകളെ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്താൽ പോലും അവർ അതിനെതിരാണെന്ന് പറയുന്നവരാണ്. കോൺഗ്രസിനെ എടുക്കാം, കോൺഗ്രസ് അതിനെതിരാണെന്ന് പറയുന്നവരാണ്. പക്ഷേ അതിൻ്റെ ഒരു പടർച്ചയെ ഫലപ്രദമായി തടയാൻ എവിടെയാണ് അതിൻ്റെ മർമ്മം, എവിടെയാണ് അതിന് ബ്ലോക്കുകൾ ഉണ്ടാക്കേണ്ടതെന്ന കാര്യത്തിൽ കൃത്യമായി പഠിച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന എത്ര പേരെ കാണുന്നുണ്ട്? ഇവിടെ കേരളത്തിൽ പോലും കഴിയുന്നില്ല. കേരളത്തിൽ ഒരു മതനിരപേക്ഷ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ പോലും ശരിയായ പ്രതിരോധം സംഭവിക്കുന്നില്ല. കോൺഗ്രസ് രാജ്യമൊട്ടാകെ RSSൻ്റെ വെറുപ്പിനെതിരായി സഞ്ചരിക്കും പോലും RSSൻ്റെ ഈ സാംസ്കാരികമായ കടന്നുവരവിനെ, സാമൂഹ്യ ശരീരത്തിലേക്ക് പടർന്നു കയറ്റത്തെ തടയാൻ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് ഇല്ല, പറ്റുന്നുമില്ല. അതിന് ഏതൊക്കെ വഴികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വന്നിട്ട് RSSൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ സംഗതി ഈ രാജ്യത്തെ മനുഷ്യർ, ഇതൊരു ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ നാടായിരിക്കെ തന്നെ അതിനെയെല്ലാം കവറപ്പ് ചെയ്തതിന് മേൽ കൂടെ നമ്മളെല്ലാവരും ഒറ്റ ഹിന്ദുക്കൾ, നമുക്കൊരൊറ്റ ശത്രു മാത്രമേ ഉള്ളൂ, വൈദേശികരായി വന്ന ആളുകൾ, അവരെ നാം പുറത്താക്കണം എന്ന് പറഞ്ഞ ഒരു ഐഡിയോളജിയിലാണ് അത് നിൽക്കുന്നത്. അതേസമയം നമ്മളെല്ലാവരും ഒറ്റ നിലയ്ക്ക് ഹിന്ദുക്കളാണോ, നമുക്കെല്ലാവർക്കും തുല്യതയുണ്ടോ, നമ്മളെല്ലാവരും സമന്മാരാണോ എന്ന ചോദ്യം, അതിനകത്തു നിന്നും മൗലികമായ ചോദ്യം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഈ ആശയം പൊളിയും. അവിടെയാണ് വേടൻ ഹിറ്റ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അല്ലാതെ നരേന്ദ്രമോദി അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ സുരക്ഷയെ ഉറപ്പാക്കിയില്ല, അല്ലെങ്കിൽ RSS അക്രമി സംഘമാണ്, ഇങ്ങനെയല്ല. മറിച്ച് നമ്മളെല്ലാവരും ഹിന്ദുക്കൾ, നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത് അവരെ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഐഡിയോളജിയുടെ അടിയിലാണ് തികച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഹിന്ദുക്കളാണോ സാർ? ആണെങ്കിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരേപോലെയുള്ള ആനുകൂല്യങ്ങളും അർഹതയും പ്രിവിലേജും ഈ നാട്ടിൽ കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ ജാതീയമായി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കല്ലേ. പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ തലപ്പത്തിരിക്കുന്ന നിങ്ങൾ സത്യത്തിൽ സവർണ ഹിന്ദുയിസത്തിൻ്റെ ആൾക്കാരല്ലേ. ഞങ്ങൾ അതിൻ്റെ അടിമകളായി ഇപ്പോഴും തുടരുകയല്ലെന്ന ചോദ്യം, ആ ചോദ്യം അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യവും ആശയമാണ്. ആ ആശയം ഭൗതിക രൂപം മാറുന്നു കഴിഞ്ഞാൽ പിന്നെ സംഘപരിവാർ എന്ന് പറയുന്ന സംഗതിയില്ല. അതാണ് വേടൻ കൊണ്ടുവരുന്ന കാര്യം. അതാണ് ഇത്രയധികം ഇവരെ ചൊടിപ്പിക്കുന്നത്. കാരണം ഈ വേടൻ പറയുന്നത്, ഞാൻ പാണനല്ല, പറയാനല്ല, നീ തമ്പുരാനുമല്ല എന്ന് പറയുന്ന സംഗതി ആളുകൾ ഏറ്റെടുക്കുന്നു. ആ പാട്ട് ആളുകൾ പാടി നടക്കുന്നു. ഇപ്പോൾ നമ്മളിവിടുത്തെ അങ്ങാടി പോയാലും കടകളിൽ പോയപ്പോലും അവിടെ വെച്ചിരിക്കുന്ന പാട്ടുകൾ വേടൻ്റെ പാട്ടുകളാണ്. അത് ചെറുപ്പക്കാരത് കൊണ്ടു നടക്കുന്നു. ജാതീയത എന്ന് പറയുന്ന ആശയം ഈ നാട്ടിൽ വലിയ പ്രശ്നമാണ് എന്ന് ആളുകൾ ഈ പറയുന്ന വിഭാഗീയത അനുഭവിക്കുന്നുണ്ട് എന്നുള്ള പാട്ട് ഒരു വശത്ത് കേൾക്കുന്നു. ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കെ തന്നെ ജാതീയതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നു. ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന ആളുകൾ, ഇപ്പോൾ സംഘപരിവാറുകാർ പറയുന്നത് ഒരു ജാതീയതയില്ല, ജാതീയത എല്ലാം നശിപ്പിച്ച് കളഞ്ഞാണ്, ഒരു ജാതീയത ഇവിടെ ഇല്ല എന്നാണ്. അതേസമയം നമ്മൾ നിരന്തരമായിട്ട് ഈ പറയുന്ന ദുരഭിമാന കൊലകളെക്കുറിച്ച് കേൾക്കുന്നു. ജാതി മാറിപ്പോയതിൻ്റെ പേരിൽ നമ്മൾ കെവിൻ്റെയൊക്കെ കേസുകൾ നമുക്ക് മറന്നുപോയിട്ടുള്ള കേസുകളാണ്. ഈ ജാതി തെറ്റായിപ്പോയത്, വേറെ ആയിപ്പോയതിൻ്റെ പേരിൽ മാത്രം ആളുകൾ ആക്രമിക്കപ്പെടുന്നു, കൊലയപ്പെടുന്നു. ഇന്ത്യയിൽ എത്രമാത്രം സംഭവങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ദലിത് പെൺകുട്ടിയെ 11 വയസ്സുകാരിയെ കൊന്നത് നമ്മൾ കാണുന്നത്. അതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ പോകുന്ന വലിയ പ്രതിഷേധം ഇന്ത്യയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജാതീയമായ പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട്. അതെല്ലാം ഇല്ലാതായി നമ്മളെല്ലാവരും ഒറ്റക്കായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഒരേ തട്ടിലായിരിക്കുന്നോ? നമുക്ക് എല്ലാവർക്കും ഒരേ സ്ഥലത്തുനിന്ന്. അഹമ്മദാബാദിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അതായത് ഒരു കടയിൽ പോയി, കടയുടമസ്ഥൻ സവർണനാണ്, ദലിതനായ മനുഷ്യൻ സാധനം വാങ്ങിക്കാൻ നിൽക്കുകയാണ്. കടയുടമസ്ഥൻ്റെ മകൻ കൈ ഉയർത്തി ഒരു ലെയ്സോ പാക്കറ്റോ മറ്റോ പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ സഹായിക്കണോ ബേട്ട എന്ന് അയാൾ ചോദിച്ചു. ബേട്ട, സവർണനായ ആളുടെ മകനെ ദലിതനായ മനുഷ്യൻ ബേട്ട എന്ന് വിളിച്ചു. അതിൻ്റെ പേരിൽ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. അയാളും 6 ദിവസം ആശുപത്രിയിൽ കിടന്ന് മരിച്ചുപോയി. അത് ചോദിക്കാൻ ഒരു പോലീസുകാരൻ വന്നാൽ പോലീസുകാരൻ തല്ലി, സവർണക്കൂട്ടം ഒരുമിച്ചിട്ട് തല്ലി. ഈ രാജ്യത്ത് നിന്ന് സംഭവിച്ചു. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ജാതി ഇല്ലയെന്ന്. അപ്പോൾ ജാതി ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ എടുത്ത് മുന്നിലേക്ക് വെക്കുന്നതോടെ നാം എല്ലാവരും ഹിന്ദുക്കൾ, ഹിന്ദുത്വം എന്ന ആശയം പൊളിയാണ്. അതിലുള്ള ഭയപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊക്കെ എല്ലായിടത്തും കാണാം, എല്ലാ വാർത്തകളുടെയും കമൻറ്റിൽ കാണാം.